ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി എണ്ണയില്ലാത്ത പലഹാരമാണ് കേട്ടോ. അതിനിപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടത് റേഷൻ അരിയാണ്. റേഷൻ ചോറ്റരി കേട്ടോ, ചോറ് വെക്കുന്ന അരി. അപ്പോൾ ചോറ് വെച്ചിട്ട് വല്ലാതെ വേവ് കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അരി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാനത് ഒരു 1/2 കിലോ അരി എടുത്തുകൊണ്ട് നമ്മളെ കാസറോളിലാണ് ഇട്ടുകൊണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഇട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ കിടന്ന് ഒന്നാണ്ട് വേവണം. അപ്പോൾ നന്നായി അതിൻ്റെ ആ പ്ലാസ്റ്റിക് വരെ ഇങ്ങോട്ട് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ നല്ല നന്നായി ഉണ്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ നെല്ലിൻ്റെ ഇത് അരി കഴുകിയിട്ടില്ലല്ലോ, കഴുകിയാൽ നല്ല വേവില്ലാന്ന് വിചാരിച്ച് കണ്ടാണ് കഴുകാത്ത ഇട്ടാ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് പൊതിർന്നിട്ട് കഴുകുക. അപ്പോൾ നമ്മൾ മൂടി വെക്കുകയാണ് ഇട്ടത്. അങ്ങനെ മൂടി വെച്ച് ഒരു 2-3 മണിക്കൂർ നേരം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളെടുത്ത് എന്തെങ്കിലും പഴയ അരിയായി ചോറ് വെച്ചിട്ട് വേവ് കയറുന്ന അരി അങ്ങനെയൊക്കെ ഉള്ള അരി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു 2-3-4 മണിക്കൂറായിട്ടാണ്. അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ലോണം പൊതിർന്ന് വന്നിക്കണ്, നല്ലോണം വെന്തും ചെയ്തിക്കണ്. അപ്പോൾ തന്നെ നമുക്ക് നന്നായി ഉണ്ട് കൈ കെട്ടാം. അപ്പം നല്ല ചൂടാറിയൊക്കെ ചെയ്തിക്കണം കേട്ടോ. ചൂട് ചെറിയൊരു ചൂടുണ്ട്, കാസറോളല്ലേ, അത്ര വേഗം ചൂടാറില്ല. അപ്പോൾ നല്ലാണ്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ നല്ലാണ്ട് കഴുകി ഊറ്റിങ്ങാണ്ട് നന്നായി ഒരു 1-2 വട്ടം കഴുകിങ്ങാണ്ട് നമുക്ക് വാരി വെക്കട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് പൂവടയാണ് കേട്ടോ. പൂവടൻ്റെ മാവ് നല്ല ടേസ്റ്റി ആയൊരു മാവ്. ഇങ്ങനെ പൂവട ഉണ്ടാക്കി നോക്കേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂവടയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സിൻ്റെ ജാറിൽ നമ്മൾ 2ാമത്തെ ജാറില്ലേ അതിലാണ് ഇടുന്നുണ്ട്. അപ്പോൾ മിക്സി ഒന്ന് ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ഐസ് കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ടുകാണ്ട് പിന്നെ വെള്ളം വല്ല കൂട്ടണ്ട, കുറച്ച് ഇത്തിരി വെള്ളമൊക്കെ കൂട്ടട്ടാ. അപ്പോൾ ഇതാ നമ്മൾ അപ്പോൾ നല്ലോണം പൊതിർന്ന് കൂട്ടത്. ഈ ചുടുവെള്ളം നല്ല തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചിൻ്റെത്, അതുകൊണ്ടാണ് അങ്ങനെ വെന്തുണ്ട് പൊതിർന്ന് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മളിതുണ്ട് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും പഴയ അരിയാ എന്തെങ്കിലും ഇപ്പോൾ ഈ നോമ്പൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പം ചോറ് വെക്കാൻ പറ്റാത്ത അരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂവടി ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല പത്തിരി അതിലൊക്കെ കൂട്ടണത് നമ്മൾ വെറൈറ്റി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമ്മൾ 2 ഭാഗം അടിച്ചതിന് ശേഷം അതിക്ക് ഒരു 5-8 ചെറിയ ഉള്ളി അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകാണ്ട് നമ്മൾ അടിച്ചുകാണ്ട് നല്ലാണ്ട് കുഴച്ച് പാകാക്കുക. ഇനി ഇതിക്ക് കൂട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാം, പിന്നെ ഒക്കെ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചുകാണ്ട് അപ്പം ഇതിപ്പോൾ വൈകുന്നേരമായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനി അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരമൊക്കെ ആ ഫ്രീസറിലാണ് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മാവൊക്കെ ഒന്നുകൊണ്ട് ഉറപ്പായി വന്നോളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം വെച്ചുകാണ്ട് രാവിലെ ഒക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഫ്രീസറിൽ വെക്കണ്ട, താഴത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ പൂവട ഉണ്ടാക്കണമെന്ന് അറിയില്ല. അപ്പോൾ അതിന് നമ്മളൊരു 3 കട്ട ചക്കര അണിവെല്ലം എടുത്തുകാണ്ട് ഒന്നുണ്ട് കുറഞ്ഞ വെള്ളത്തിലൊന്ന് ഉരുക്കി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് അതിൽ ഫില്ലിങ് ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ഒന്നും ഇല്ല കേട്ടതിൽ, കച്ചറയും കല്ലും മുള്ളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് ഊറ്റിക്കാണ്ട് വേറൊരു ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിക്ക് നമ്മൾ ഒരു 3/4 തേങ്ങ വരെ നമ്മൾ ഇതിലേക്ക് ചിരണ്ടി അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിക്കൊരു ലേശം ഒരു 2 ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും. പിന്നെ ഈ ചൂടത്ത് എണ്ണ പലഹാരങ്ങളൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും ദാഹമൊക്കെയാണ് കാരണം. ഇതൊക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു പൂവാടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ പൂവടൻ്റെ മാവ് ശരിയായെങ്കിലേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൂവട കിട്ടുള്ളൂ. നമ്മൾ പൊടിയൊക്കെ വാട്ടി കുഴക്കണം, ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലേസം തേങ്ങ അവിടെ എടുത്ത് വെച്ചിനി. അപ്പോൾ അതും കൂടി ആക്കി ഇട്ട് കൊടുത്ത് അപ്പോൾ എനിക്കൊരു പൊടി അവിൽ ഞാൻ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അവിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് കത്തിച്ചുകാണ്ട് നമ്മളങ്ങനെ ചട്ടിയിട്ടുകാണ്ട് ആ തേങ്ങ ഒന്നുകൊണ്ട് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ചിലവർ പച്ചക്കടും ടേസ്റ്റ് ഉണ്ടാവും ചേട്ടാ. ഒന്നിട്ട് വേവിച്ചണം. തേങ്ങ അയച്ചിട്ട് ഒരുപാട് വേവിച്ചും വേണ്ട. അപ്പോൾ നമ്മൾ മാവൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിക്ക് ഒരു ലേശം തേങ്ങയും കൂടി കൂട്ടിക്കണം കേട്ടോ. അപ്പോഴൊക്കെ ഈ പൂവട നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ആദ്യം കൂട്ടിയില്ലേ, അപ്പോൾ അതിൻ്റെ സ്മെല്ല് തന്നെ നല്ലൊരു ടേസ്റ്റിയായ സ്മെല്ല് ഉണ്ടാവും. പിന്നെ കുറച്ച് തേങ്ങ അതിക്ക് കൂട്ടിക്കണേ. അപ്പം ഇനി നമ്മളെ ഇതിൻ്റെ ഇല ഉണ്ടല്ലോ, പൊടിയനീൻ്റെ ഇല കേട്ടോ. ഇതാട്ടോ ഏറ്റവും നല്ലത് പൂവട ഉണ്ടാക്കാൻ. പിന്നെ വായൻ്റെ ഇല ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പൊടിയൻ്റെ ഇല എടുത്ത് കൊണ്ടു നിൽക്കണേ. അപ്പോൾ ചില നാട്ടിലൊന്നും പൊടിയനീൻ്റെ ഇല ഉണ്ടാവില്ല, വായൻ്റെ ഇല ഉണ്ടാവുള്ളൂ ഇക്കാരം.
അപ്പോൾ അതാ നമ്മൾ കുറച്ചെടുത്തുകൊണ്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ആ കൈ ഒന്നൊരു വെള്ളത്തിൽ കുറച്ച് നേരം മുക്കിങ്ങാണ്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ ഒട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചേ വെക്കണുള്ളൂ. അപ്പോൾ രാവിലെ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കത്തിരി കൊണ്ട് അതിൻ്റെ നീണ്ടിക്കൊണ്ടൊക്കെ നമുക്കൊന്ന് മുറിക്കാം. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യാണ്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുതിട്ട്. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ നമ്മളോടൊപ്പം വേണം കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണോലൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി എല്ലാവരോടും ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടല്ലേ നമ്മളെ വീഡിയോ മുന്നിലേക്ക് പോവുക. അല്ല ഞാൻ ഇപ്പോൾ വീഡിയോ അവിടെ എടുക്കില്ല. അപ്പോൾ നിങ്ങൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മുന്നിലേക്ക് പോവുള്ളൂ. അപ്പോൾ പിന്നെ നല്ല വിറകും അടുപ്പൊക്കെ ഉള്ള സമയമല്ലേ ഇപ്പോൾ കഴിയണതും എല്ലാവരും അടുപ്പുമ്മലൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കട്ടെ. എന്താ വെച്ചാൽ വിറകൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിറകോട് വിറകാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കായിട്ടാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കാണ്ട് നമ്മൾ വിറകൊക്കെ എടുത്തുകാണ്ട് വരിസാകുമ്പോൾ മഴക്കാലമാകുമ്പോൾ ഏതായാലും നമുക്ക് ഗ്യാസ് ഇല്ലാതെ കഴിച്ചിലാവില്ല. ഇപ്പോൾ കഴിയണതും അടുപ്പുമ്മൽ വെച്ചുകാണ്ട് ജോലികളൊക്കെ ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ കുക്കിംഗ് ഒക്കെ നമ്മൾ വിറകടുപ്പുമ്മൽ വെച്ചുകൊണ്ടാക്കുക. എന്നാൽ നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് നീളം കിട്ടും. അതുകൊണ്ടൊന്നും ആരും ചെറുതായി പോവില്ല. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചുകൊണ്ട് കുറച്ച് സമയം കത്തണിട്ടത്. പച്ചപ്പൊടിയല്ലേ, പച്ചപ്പൊടിയെല്ലാം ആദ്യമൊന്ന് വെന്തിക്കണേ. അതുകൊണ്ടാണ് നല്ല ആ പത്തിരി ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഈ കറി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഒന്നാണ് കത്തിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അടുപ്പുമ്മലാകുമ്പോൾ നല്ല കത്തുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് പുകയില്ലാത്ത അടുപ്പല്ലേ. അപ്പോൾ നല്ല സുഖമാണ്, പാത്രത്തിന് കരി പിടിക്കൂല. അപ്പോൾ എല്ലായിടത്തും ഉള്ളതല്ലേ. ഇനി ഇതില്ലാത്ത അടുപ്പാണെങ്കിലും കല്ല് വെച്ചുകാണ്ട് ആക്കുകയാണെങ്കിലും മൺചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുക. ഇതിനല്ല നമ്മളെന്തിനേലും വേറെ എന്തിനേലൊക്കെ. അപ്പോൾ കരി പിടിക്കണേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പുറത്തൊക്കെ അടുപ്പ് കത്തിച്ച് പുറത്തൊക്കെ ആയിക്കാണ്ട് ഇത്രമാതിരി വിറകാണ് ഓരോരോ പറമ്പിലും തൊടിയിലൊക്കെ കിടക്കേണ്ടത്. ഒക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും കിട്ടും. ശ്രദ്ധിക്കാൻ ഞാൻ പിന്നെ ഒന്നും ഇല്ലാനോ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളതിൻ്റെ ബാക്കി പൊടി ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ തേങ്ങാപ്പത്തിരിയാക്കി കാണും. അപ്പോൾ 2 പത്തിരി ചൂടാന്ന് വിചാരിച്ച്. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഒന്നിന് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തേങ്ങയും ഉള്ളിൻ്റെ സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾക്ക് സാധാരണ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയാലും ഞാൻ ഒരു ദിവസം നോമ്പിന് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ പത്തിരിയൊക്കെ ഇങ്ങനെ തിന്ന് മടുത്തപ്പോഴേ അപ്പോൾ അതിന് ദോശക്കല്ലിൽ എണ്ണ പറ്റിക്കാണ്ട് ഈ ഇലയോടുക്കാണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ ഇലയോടുക്ക തന്നെയാണ് മറിച്ചിട്ടിട്ട് അപ്പം തന്നെ ആ പത്തിരിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പ്രായമുള്ളവർക്കൊക്കെ അതൊക്കെ അറിയാം. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ പത്തിരിയാണ് ഈ കാരം. ചോറ്റരീൻ്റെ പത്തിരിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. ചക്കര ഇട്ട് കാണും ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക. ഏതെങ്കിലും റേഷൻ അരിയാ പഴയ അരിയാ ചോറക്കാൻ കഴിയാത്ത അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം നമുക്ക് കഴിക്കാം. നമ്മളെ ഹെൽത്തിനും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്, ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ലേ. അപ്പോൾ പൂവട ഒക്കെ ഉണ്ടാക്കിയൊക്കെ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കി. അപ്പങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്നിട്ട് കാണും നമ്മളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. അപ്പോൾ നമ്മൾ പത്തിരി അതിന് ശേഷം ആ 2 പുറത്തുള്ള ഇലയുണ്ട് എടുക്കട്ടോ. അപ്പോൾ ഇല കരിനീൻ്റെ മുമ്പ് എടുത്താൽ പിന്നെ ഒന്നും കൂടിയൊക്കെ ചുടാം. അപ്പോൾ നമ്മൾ ഇതിൽ പൊടിയേനെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തുവിടുന്ന ഇലേനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പൊടിയേനിൻ്റെ ഇല ഇങ്ങനെ വെച്ച് കാണാൻ ചുടുമ്പോൾ പത്തിരിക്ക് നല്ല ടേസ്റ്റുമാണ്. ഇലല്ലേ. അപ്പോൾ നമ്മൾ പത്തിരിയും ചുട്ട് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണിത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. വീണ്ടും പറയണം കേട്ടോ. അങ്ങക്ക് പൂതി വെപ്പിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടായിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്, വെറുതെ ഒന്നും പറയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പൂവടയൊക്കെ ചൂടാറിയതിൻ്റെ ശേഷം എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പൂവടൻ്റെ ആ പത്തിരി ഉണ്ടല്ലോ അത് നല്ല നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നാൽ നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടത്. ചൂടാറിയതിൻ്റെ ശേഷം എടുക്കണം. അതാണ് കേട്ടോ അതിൻ്റെ നല്ലത്. അപ്പോൾ ഞായറാഴ്ച കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായാലും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചായ കുടിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പത്തിരി ഞാൻ അപ്പം തന്നെ ഇങ്ങനെ ഞാൻ എടുത്ത് തിന്നാണ് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു ഉറപ്പുള്ളൊരു പത്തിരിയാണ് ഈ കാരം. പണ്ടൊക്കെ അമ്മിമേലിട്ട് അരച്ച് ചുട്ടീൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ മിക്സി ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.